അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ്. ഞാനും ഏട്ടനും ഷാനുട്ടനും അരുണും ഷഞ്ചിയും കൂടി ഉണ്ട് കേട്ടോ. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് ഒരു മാഞ്ചസ്റ്ററിലുള്ള ഒരു മോള് കാണാനായിട്ടാണ്. അപ്പോൾ ഷാനുട്ടൻ അവൻ്റെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഗൗരവത്തില്ല. പിന്നെ നമ്മളൊന്നും വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഇത് ഒരു പാലസൊന്നും അല്ല, ഇതൊരു മോളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പകുതി പോലും കാൽഭാഗം പോലും ഫുള്ള് കാണാൻ പറ്റിയില്ല. അത്രയ്ക്ക് വലിയൊരു മോളാണ് കേട്ടോ. ഒരു പാലസ് പോലെയൊക്കെ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിലുള്ള ശില്പങ്ങളും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അതേ നമ്മളിങ്ങനെ പുറത്തേക്ക് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുറേ ശില്പങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ കോർണറിൽ. നമുക്ക് തന്നെ പല പ്രാവശ്യം വഴി തെറ്റിയിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അമ്മമ്മയുടെ മാതിരി ഫസ്റ്റ് തന്നെ ഞാൻ പോവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സ്പീഡാണ്. ഞാനിങ്ങനെ നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കൂടി ഉണ്ടാവില്ല. പതുക്കെ നടക്കാതെ എനിക്ക് അറിയണ ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളതിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഷഞ്ചിയൊക്കെ അതിൻ്റെ ഒരു റൂട്ട് മാപ്പൊക്കെ നോക്കിയതാണ് എങ്ങനെയാണ് എത്തുക എന്നൊക്കെ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ എനിക്ക് നല്ല ഒരു സുഖാട്ടോ. ഷാനുവിനെ അവർ നോക്കിക്കോളും. അപ്പോൾ ഞാൻ അവൻ്റെ സ്ട്രോളർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മാമൻ തന്നെയാണ് പറഞ്ഞത് സ്ട്രോളറൊന്നും എടുക്കണ്ട, ഷാനുട്ടനെ ഞാൻ എടുത്തോളാന്ന്. അവൻ ഓർഡറെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, പിന്നെ എടുത്തില്ല. അപ്പോൾ മാമൻ തന്നെ അവനെ നോക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗൾഫിലത്തേക്ക് ഒരു എന്താ പറയുക എയർപോർട്ടൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടോ. അത്രയ്ക്ക് വലുതാണ്. ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റർ, ഒരുപാട് എന്താ പറയുക കടകൾ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രാജകൊട്ടാരമൊക്കെ പോലെ. അപ്പം ഞാനിങ്ങനെ ഇനി ആവശ്യമുള്ളതില്ലാത്തതൊക്കെ നോക്കിയാണ് പതുക്കെ വരുന്നത്. ചേട്ടനാണെങ്കിൽ ചേട്ടനൊരു ഫോക്കസ് ഉണ്ട്, അതിനനുസരിച്ചാണ് പോണത്. അപ്പോൾ ഷാനു ഓരോ സൈഡിൽ ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. ആൻറ്റി മാമനും ഷാനുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കട കണ്ടപ്പോൾ അവിടെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ നോക്കി. ആ ജ്വല്ലറികളൊക്കെ നല്ല ക്യൂട്ടാണ്, പക്ഷേ വില അത്രയ്ക്ക് ക്യൂട്ടൊന്നും അല്ല, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ജ്വല്ലറിയൊക്കെ. സിൽവർ അതുപോലെ തന്നെ റോസ് ഗോൾഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളെന്ന് വിചാരിക്കുക. എന്നാലും എനിക്ക് 2 റിങ് ഉണ്ട് അങ്ങനത്തെ മോഡൽ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവനൊരു വാച്ച് വാങ്ങിക്കണം. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. പക്ഷെ നമുക്കിതിൽ മെയിനായിട്ട് ഇതിൻ്റെ വഴിയാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ വീണ്ടും വന്നിട്ട് അതായത് നമ്മൾ അതിന് മുന്നേ ഇത് വാങ്ങിക്കണേക്ക് മുന്നേ ഫുഡ് കഴിക്കാനായിട്ട് പീറ്റ്സ എക്സ്പ്രസ് നോക്കുന്നതാണ് കേട്ടോ. കാണാനില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ഒന്നും കൂടെ റൂട്ട് മാപ്പൊക്കെ നോക്കുകയാണ് എവിടെയാണ്. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഒരു സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റിൻ്റെ ഒരു കട കണ്ടു. അപ്പോൾ ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ്. അപ്പം കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. ഞാനാണെങ്കിൽ ഒരു നല്ല മധുരം കൊതിച്ചാണല്ലോ. അപ്പോൾ അവരതിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തരും. നമ്മൾ പറഞ്ഞ 3-4 ഫ്ലേവറിൽ 2 ഫ്ലേവർ അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചാൽ തരും. നമ്മൾ 2 ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ മറ്റേ പിസ്ത ചോക്ലേറ്റാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ വരാൻ നേരത്ത് ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങിയില്ല. നല്ല റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കത് ഇപ്പം പൈസ കൊടുത്താൽ അത് വെർത്തായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയോണ്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും അവിടെ ഒരുപാട് പേരായിട്ടോ. അപ്പോൾ ഷഞ്ചു ഒരു മാഗ്നറ്റാന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഞങ്ങളിതേ വാങ്ങിച്ചു കേട്ടോ. ഞാൻ വിചാരിക്കും പൈസ കൊടുത്താലും കുഴപ്പമില്ല, ഇത്ര നല്ല കവറിലൊക്കെ അല്ലേ അവരാക്കി തരണേ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, നല്ല കവറാണ്. അപ്പോൾ ഷഞ്ച പറഞ്ഞത് ശരി. അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും കട നിറച്ച ആൾക്കാരെ. അപ്പോൾ ഞാൻ അത് ആ നടത്തിയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞു. അത്ര നല്ല ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഐസാണ്, മാംഗോ, സ്ട്രോബെറി, അതിൻ്റെയൊക്കെ ഷേപ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീംസാണ് കേട്ടോ. ഇനി നമ്മൾ വാച്ച് നോക്കാനായിട്ട് കുറേ കടകളിൽ കയറി കേട്ടോ. നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ കയ്യിലില്ലാത്തതും നമുക്ക് ഇഷ്ടപ്പെട്ടതും ഒക്കെ കൂടെ നോക്കി എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ കുറേ കടകളിൽ കയറി. അപ്പോൾ ഈ കടയിൽ ഓൾമോസ്റ്റ് സിറ്റി സൺഡേ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ വാച്ചിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ മെയിൻ സാധനം ഓർണമെൻറ്റ്സ്, സാരിയൊക്കെയാണ് കേട്ടോ. എൻ്റെ ആ ഒരു എൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വാച്ച് നല്ലത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഉള്ളൂ. പക്ഷേ ചേട്ടനും അരുണും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ച്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങും കേട്ടോ. അവർക്ക് എൻ്റെ ചേട്ടനാണെങ്കിൽ ഡ്രസ്സിനോട് വലിയ ഇതില്ല, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഇങ്ങനെ വാച്ചൊക്കെ നോക്കി ഞാൻ വെറുതെ ഇങ്ങനെ എടുക്കണമെന്നുള്ളൂ. G-Shockൻ്റെ പിന്നെ അങ്ങനെ കുറേ വാച്ചുകൾ നോക്കിയിട്ടോ. ഞാനിങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ അവിടെ ഒന്ന് റൗണ്ട് അടിച്ചു. അപ്പോൾ അത് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എൻട്രിയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് നടന്നു. ഇവർ വാച്ച് ഭയങ്കര ഇതിൽ നോക്കുക തന്നെയായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞതേ ഒരു ക്രിസ്റ്റൽ മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ വാച്ചിൻ്റെ തന്നെ സൈഡിൽ ആ കടയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സാധനമൊക്കെ ഒന്ന് നോക്കിയൊക്കെ നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ട്, കാണാനായിട്ട് നല്ല രസമുണ്ട്. ചെറുതൊക്കെ അത്യാവശ്യം 20 പൗണ്ട് 35-40 പൗണ്ട് ഇതിനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ 2 ഡോഗ്സിൻ്റെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ മിക്കി മൗസ്, അങ്ങനെ നല്ല രസമാണത്. പക്ഷെ അത്രയും വിലയ്ക്കൊക്കെ നമ്മളത് വാങ്ങണോ എന്ന് നമ്മൾ ചിന്തിക്കും. നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു, ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമായിരുന്നു. ഷാനു അപ്പോഴാണ് ഞാനിത് നോക്കുന്നത് കണ്ടത്. അപ്പോൾ അവൻ ഓടി വന്നിട്ട് അവൻ അത് ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് പറക്കാൻ പോയപ്പോഴേക്കും ഞാൻ വേഗം ആളെ എടുത്തുകൊണ്ട് വീണ്ടും അത് കാണിച്ചൊക്കെ കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പോണത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അപ്പോഴും ഇവരെ വാച്ച് നോക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സും ഒക്കെ ഒന്ന് വെറുതെ നോക്കി. ഓർണമെൻറ്റ്സൊന്നും അവിടുത്തെ ഓർണമെൻറ്റ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അതേ വാച്ചുകൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതല്ല. ഈ കടയിലത്തെ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം ഒക്കെ സിറ്റിസൻ്റെ ആണ് കൂടുതലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കടയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഓർണമെൻറ്റ്സൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ 99 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപയിലപ്പുറമായിട്ടുണ്ട് ആ മാലയ്ക്കൊക്കെ. എനിക്ക് തോന്നിയില്ല അതൊന്നും അത്ര വർത്തായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അതിലും നല്ലതൊക്കെ കിട്ടില്ല. അപ്പോൾ അതേ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ തോന്നുന്നത് ശരിക്കും സിൽവർ ആയിരിക്കാം, അല്ലാതെ ഇത്രയും വിലയുടെ ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ ആ വാച്ചിൻ്റെ കടയുടെ ഉള്ളിൽ ഞങ്ങളല്ല ഷാനു കയറിയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അയാളായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കും ആൾക്കറിയാം ആൾ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് തല ആട്ടി കൊടുത്ത് തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ ആൾ അതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും കേട്ടോ. അങ്ങനെ അവൻ്റെ ഭാഷയിൽ. അത് കഴിഞ്ഞ് അവനെ ഓടലും പിടിക്കലൊക്കെ ആയിട്ട് ഞാൻ പിന്നെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഭാഗം നോക്കണ്ട. പിന്നെ ഞാനിങ്ങനെ ഗസ്സിൻ്റെയൊക്കെ കുറച്ച് എന്താ പറയുക ചാത്തൻ സാധനങ്ങൾ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി. എനിക്ക് എടുക്കാനൊന്നുമല്ല, വെറുതെ ഇങ്ങനെ നോക്കി, നല്ല ഭംഗിയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ വാച്ച് കണ്ട അതിൻ്റെ ഉള്ളിൽ സെക്കൻഡ്സാണ് ഓടണത്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കും. അത് അത്ര നേരം ഞാൻ അവിടെ നിന്നിട്ട് കണ്ടില്ല. പക്ഷെ അഞ്ച പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. എൻ്റെ അമ്മേ എന്തോരം ഫുഡിൻ്റെ സ്ഥലം. പക്ഷേ എത്ര ഫുഡിൻ്റെ സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ പിസ്സ എക്സ്പ്രസ്സിൽ പോവുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. പിന്നെ അത് തന്നെയല്ല, എനിക്ക് ചില സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആയാലും മലയാളികളുടെ കുറച്ച് ഫുഡ് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ഫുഡ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റില്ല. ഒരുപാട് എന്താ പറയുക ബട്ടർ അത് ഇതൊക്കെ. പിന്നെ ഷഞ്ച ഓൾറെഡി പിസ്സ എക്സ്പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഈ ഫുഡ് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ വലിച്ചു വരിക്കാണാൻ കൊണ്ട സാധനങ്ങൾ കഴിക്കില്ല. പക്ഷെ നമ്മുടെ ചോറും കറികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. അല്ലാതെ ഇങ്ങനത്തെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒരു മടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും പീറ്റ്സ ഉണ്ടാക്കുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർക്കത് വലിയ താല്പര്യം. പക്ഷേ നമ്മൾക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരമായിരുന്നു നമുക്കത് ഓക്കെയാണ്. പിന്നെ ഷാനുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ക്രേവിങ്സ് എന്തൊക്കെയായിരുന്നോ അതേ ക്രേവിങ്സ് ഷാനുവിനും ആ സാധനങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ അവന്. അപ്പോൾ അവനും ഇത് ഓക്കെ ആയതുകൊണ്ടും അവിടുത്തെ ഡോബോളും അതുപോലെ തന്നെ സ്കിഡൊക്കെ അവന് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വന്ന് നമ്മളോട് വർത്താനം പറയാം കേട്ടോ. അപ്പോൾ ഷാനും വലിയ കാര്യത്തിലൊക്കെ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. മാമനാണെങ്കിൽ ഒരു താല്പര്യമില്ല, കാരണം മാമന് പിസ്സ കഴിച്ച് മടുത്തു. നമ്മൾ ഓക്കെയാണ്. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫുഡും ഇവന് കാണാൻ പാടാ. അത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഇവന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവൻ ഡോബോൾ വന്നപ്പോൾ തന്നെ അതിൻ്റെ ബട്ടറിൽ ഡിപ്പിൽ മുക്കിയിട്ട് കൈ നിറച്ചാക്കിയതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ചെല്ലുമ്പോൾ തന്നെ അവരൊരു ഫ്രൂട്ടി കൊടുക്കും അങ്ങനെ. അപ്പം ഞാനത് കഴിഞ്ഞപ്പം ഇത് എന്താ പറയുക ഈ ഒരു ഡ്രിങ്ക് കഴിച്ചു. ഇത് എന്താ പറയുക ഒരു സ്ട്രോബെറി ഫ്ലേവേർഡായിരുന്നു കേട്ടോ. അത് നല്ലൊരു സാധനമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചിലത് പാഷൻ ഫ്രൂട്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കുത്തലും സംഭവങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈൽഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു സാധനം വന്നു. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാധനം. പക്ഷെ അത് കളർഫുള്ളാണ്, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അത് കഴിക്കാൻ ഒട്ടും കൊള്ളില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സിപ്പ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഉള്ള സാധനമായിരുന്നു, ഭയങ്കര കിക്കുള്ളൊരു പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കഴിച്ചു നോക്കി, എനിക്കിഷ്ടമായില്ല. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രിങ്കായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം നല്ല തിരക്കുള്ള മോളാണല്ലോ. അപ്പോൾ ഷാനൂട്ടൻ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ അവനറിയാം ഈ സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസേർട്ട്, അതൊക്കെ വരും എന്നുള്ളത് അവനറിയാം. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഷഞ്ചു ഒരു പാസ്തയാണ് പറഞ്ഞത്, ചേട്ടൻ ഒരു നൂഡിൽസാണ് പറഞ്ഞത്, ഞാൻ എന്നത്തെയും പോലെ പിസ്സ. ഞാനിങ്ങനെ അതും ഞാൻ കഴിക്കാറുള്ള പെപ്പറോണി പിസ്സ, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. കാരണം എനിക്ക് പറ്റില്ല, എനിക്ക് ചില ട്രാവലിങ്ങും അത് ഈ ആവശ്യമില്ലാത്തതും കൂടെ ആകുമ്പോൾ എനിക്ക് പറ്റില്ല. അപ്പം ഞാനത് കഴിക്കുക. അത് ഫുള്ളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ, പക്ഷേ കാണിക്കൽ കണ്ടാൽ ഞാനത് ഫുള്ള് കഴിക്കണ മാതിരിയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്. അതും തിക്കായിട്ടുള്ള അതാണ് എനിക്കിഷ്ടം, തിന്നായിട്ടുള്ള ഡോ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിര പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അവരൊക്കെ അത് കഴിക്കണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ചേട്ടൻ കഴിച്ചത് പിന്നെയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷഞ്ച കഴിച്ചത് ഒട്ടൊരു, എനിക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം, അത് അത്ര ഇഷ്ടമുണ്ടായില്ല. ഇത് കണ്ടില്ലേ, ഇത് ഫുഡ് കോർട്ടിൻ്റെ ഡൈനിങ് ആണ്. എൻ്റെ അമ്മേ, അതായത് അതിൻ്റെ ഒരു 8/1 ഭാഗം അവിടുത്തെ ഡൈനിങ്ങിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കൂടാതെ ഒരുപാട് കടകളുണ്ട് ഫുഡിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു കപ്പ, ചേട്ടനോട് പറയണത് കണ്ടില്ലേ, ഇതൊരു കപ്പലിൻ്റെ രീതിയിലാണ് ഇത് ഇവർ അറേഞ്ച് ചെയ്തിരിക്കണേ. മുകളിൽ ആകാശം, പിന്നെ കപ്പലിൻ്റെ ഷേപ്പ്, അവിടെ കപ്പിത്താനിരിക്കുന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് അതെ ഇതാണ് എന്നൊരു ബോധം വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവുക. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗൾഫിലൊക്കെ ചെന്നിട്ട് ഒരു കൊട്ടാരത്തിലൊക്കെ പോകുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെന്നിട്ട് ചുണ്ണാമ്പ് കല്ലുകൾ എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ ഫ്ലോറും അതുപോലെ തന്നെ ശില്പങ്ങളും. അയ്യോ എന്ത് രസമാണെന്നറിയോ, ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഇവരിത് ഉണ്ടാക്കുന്നതെന്ന്. അതായത് ഒറ്റ കല്ല് കുത്തി കുത്തി കുത്തി, പെയിൻ്റ് അല്ല കേട്ടോ, ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള കല്ലാണ്, അതിൽ കുത്തി കുത്തി മിനുക്കി എടുത്തിരിക്കുന്നതാണ്. അതായത് തൂണായാലും ആ ശില്പങ്ങളായാലും. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ആസ്വദിച്ചു. എത്ര വർഷങ്ങൾ പഴക്കമുണ്ട്, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു പോളിഷ് പോലും ചെയ്യേണ്ട അത്ര ഭംഗിയിലാണ് ഇപ്പോഴും അത് നിൽക്കണത്. അത് കഴിഞ്ഞ് ഷാനു അങ്ങനെ കുറേ സ്ഥലം കണ്ടതും പിന്നെ സ്ട്രോളർ എടുക്കാത്തതുകൊണ്ട് ഓടണ കാരണം കൊണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ട, ഇതൊക്കെ അങ്ങനെ അവർ അതുകൊണ്ട് പണിതിരിക്കുന്നത്, അല്ലാണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ചിരിക്കുന്നതല്ല. നല്ല നല്ല ഫിനിഷിങ്ങിൽ, ഇത്ര ഭംഗിയിൽ, ഇത്രയും നല്ല ഭംഗിയുള്ള ശില്പങ്ങൾ അത് വന്ന് ഉണ്ടാക്കാൻ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ എന്താണ് വേറൊരു ഫുഡ് കോർട്ട്, അതിൻ്റെ ഒരു എൻട്രൻസ് കടയിൽ 5 ഗൈസ്, അങ്ങനെ നാൻഡു, അങ്ങനെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊരു അറബിക് സെറ്റപ്പിലാണ്, ഫുള്ള് ഈന്തപ്പനകളൊക്കെയാണ്. ഈ ഈന്തപ്പനകളൊക്കെ ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ പാള പോലത്തെ ഈന്തപ്പനയുടെ സൈഡിലുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം ചെത്തി അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ആകാശം കാണാം, അതിൻ്റെ ഇടയിൽ നല്ലൊരു ഭംഗിയുള്ളൊരു വിളക്ക്, മീൻസ് ഒരു ലൈറ്റ്. അപ്പോൾ ഞാൻ ഈ തൂണ് നോക്കി, ഇത്രയും വലിയ തൂണ് എങ്ങനെ ഇവർ ചെത്തിയെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കി, അതിൻ്റെ അടുത്ത് ചെന്നൊക്കെ തൊട്ട് പിടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായേ, അത് തൂണ് അവർ പണിതിട്ട് ആ രീതിയിലേക്ക്, അതായത് ഇതിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ശരിക്കും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ഈ സ്റ്റോണ് ഞാൻ നേരത്തെ തൊട്ടില്ലേ, അത് ശരിക്കും പ്യുവറായിട്ടുള്ള സ്റ്റോണിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് ഞാനിതിൻ്റെ ഒരു ഇത് നോക്കുക, അവർ എത്രത്തോളം നമുക്കിതിനൊരു എന്താ പറയുക, എത്രത്തോളം ഇവരിതിനെ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇതിങ്ങനെ കൊണ്ടുവരാനും ഇതുപോലെ ആക്കാനും, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ദേശാന് ഈ കണ്ടോ, ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടോ, ഒരു എന്താ പറയുക, ഒരു ട്രെയിനിൻ്റെ ഒരു രീതിയിലാണ്. നമുക്ക് വെറുതെ ഒരു ചായ ആയാലും അതിൻ്റെ ഉള്ളിൽ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇത് തോന്നും. ഇത് ഒരു ട്രോഫിയുടെ രീതിയിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നു, ഒക്കെ നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡും ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വെറുതെ ഒരു സാധനം ഉണ്ടാക്കി അവിടെ ഒരു ഇട്ട് പോവുകയല്ല, അത് നല്ല രീതിയിൽ അവർ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഓരോ തൂണിൻ്റെ സൈഡിലും മറവിലൊക്കെ ഇങ്ങനെ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചത്. അപ്പം എൻ്റെ മേത്ത് വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കടുവ, മനുഷ്യർ, അണ്ണാൻ, അതൊക്കെ. അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിനാണപ്പോൾ ഷാനുവിന് ഓർമ്മ വന്നു, കാരണം ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഷാനു ഉണ്ടാവുമല്ലോ, അതങ്ങനെ. അപ്പം നമ്മൾക്ക് മനസ്സിലായി നൈസായിട്ട് വഴി തെറ്റി
തെറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറാണ്. പിന്നെ നമ്മൾ വഴി തെറ്റിയല്ല, ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിയതായിരുന്നു. നമുക്കറിയാം താഴെ ഫുഡ് കോർട്ടാണെന്ന്, പക്ഷേ ഇവിടെ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോയെന്ന് അറിയാൻ പോയതാണ്. അപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി നമ്മൾ സ്ട്രോളർ കൊണ്ടുവരാണ്ട് വന്നാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. അത് ഇത്ര മണിക്കൂറിന് 5 പൗണ്ട് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ പോയത്. അപ്പോൾ മാമൻ പറഞ്ഞു വേണ്ട ഷാനുട്ടനെ ഞാൻ എടുത്തോളാം, ഷാനുട്ടനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുത്തില്ല കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനാണത്. നമുക്കിപ്പം വീട്ടിൽ നിന്ന് സ്ട്രോളർ കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ അതേ നമ്മൾ എസ്കലേറ്ററിലൊക്കെ കയറിയിട്ട്, വെറും പട്ടി ഷോട്ടാണ് എസ്കലേറ്ററിൽ എപ്പോഴും കയറുന്നത്, എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്കൊക്കെ കയറി ഓരോരോ ഷോപ്പുകളിൽ കയറി. ഇത് ലിൻഡറിൻ്റെ മിഠായിയുടെ ഷോപ്പാണത്. അത് നല്ല ടേസ്റ്റുള്ള മിഠായി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റുകളൊന്നാണ് അത്. പിന്നെ ഈ ഡ്രസ്സ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഇങ്ങനെ നടക്കാം കേട്ടോ. ഇവിടെ നിന്നൊന്നും ഡ്രസ്സ് നമ്മൾ എടുക്കില്ല, നമ്മൾ ഓൾറെഡി ഷീൻ പിന്നെ അത്രയ്ക്ക് നല്ല ട്രിപ്പൊക്കെ പോകുമ്പോഴാണ് നമ്മൾ വേറെ എന്തെങ്കിലും. ഷീനിൽ നിന്നാണെങ്കിൽ ഞാൻ ആപ്രിക്കോട്ട് കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതൽ എടുക്കാറുള്ളത്. പിന്നെ അല്ലാതെ വല്ല ട്രിപ്പിനും, ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നാട്ടിൽ പോയ ടൈമിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ ഞാൻ അത്ര അത് എടുക്കാറില്ല, കാരണം നമ്മൾ വെറുതെ എന്തിനാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെ സ്ഥിരമായിട്ട് ഇടണവരാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഈ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ അത്രയും ഒരു ഇതിൽ ഞാൻ എടുക്കാറില്ല. അപ്പോൾ അതേ നമ്മൾ പിന്നെയും നടന്നു പോകും. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ബനിയനും ഇവിടുത്തെ ചില ശില്പങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ സിമിലാരിറ്റി തോന്നി. ഇതിങ്ങനെ ഓരോ ലിക്കർ ഷോപ്പ്, അതിൻ്റെ ഓരോ ഡെമോ പരസ്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ നമ്മൾ അടുത്ത കടയിലേക്ക് കയറി വാച്ച് വാങ്ങിക്കാനായിട്ട്. നമ്മൾ വാച്ച് വാങ്ങിക്കാൻ ഒരുപാട് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സാമ്പിളാണെന്ന് തോന്നുന്നു. എക്സാമ്പിൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ പ്രാവശ്യവും വാച്ച് ഇങ്ങനെ റിങ് എന്നൊക്കെ പറഞ്ഞ് പല കടയിൽ കയറി അവസാനം നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരാറുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്കും കുറേ കടകളിൽ കയറി അത് എടുത്തോ ഇല്ല എന്നാണ് എനിക്കൊരു മടി. അത് എക്സാമ്പിളല്ല, അത് വേറൊരു കടയാണ്. അവിടെ കയറിയിട്ട് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഈ പോണത് വേറെ ഒന്നുമല്ല, ലിഫ്റ്റിൽ കയറാനാണ്. ഞാൻ ആലോചിക്കുക എന്ത് ഭംഗിയിൽ ഇവർ ലിഫ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കണേ, ഫുൾ കണ്ണാടി പോലെ. നമുക്ക് ലിഫ്റ്റിലേക്കല്ല വേറെ ഏതിലേക്കോ കയറുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. കണ്ണാടിയൊക്കെ വെച്ച് ഒരു രാജകൊട്ടാര അല്ലെങ്കിൽ ഒരു ദേവിയുടെ അമ്പലമൊക്കെ ഉണ്ടാവും. നമ്മുടെ മെയിൻ അമ്പലത്തിൻ്റെ സൈഡിലൊരു കുഞ്ഞമ്പലം ഉണ്ടാവില്ലേ, ആ രീതിയിലൊക്കെ അത് ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും വാച്ചുകളുടെ ശേഖരം എന്ന് പറഞ്ഞാൽ അത്ര മാത്രമുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ ഈ മാല, ഞാൻ ആലോചിക്കാം നമ്മുടെ നാട്ടിൽ സുബ്രഹ്മണ്യ ചേട്ടൻ ഇതിൽ നന്നായിട്ട് പണിത് തരില്ല, ഇതിനൊക്കെ എന്താ വില അത് ഞാനിങ്ങനെ ആലോചിക്കണേ. എന്നുവെച്ചാൽ ബ്രാൻഡാണ് അതെനിക്കറിയാം, പക്ഷെ എന്നാലും ഇതിൻ്റെ വില ഇപ്പോൾ അതാ കണ്ടില്ലേ, അത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വെള്ളിയുടെ അരഞ്ഞാണത്തിൻ്റെ ഒരു കഷ്ണം പോലെ ഇരിക്കണം, പക്ഷേ അതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കൂ. അപ്പോൾ ഞാൻ ആലോചിക്കുക ദൈവമേ അത് എന്ത് വിലയാണ്, ഇതൊക്കെ എന്നാ നമുക്കൊന്ന് വില നോക്കാതെ വാങ്ങിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ആലോചിക്കാം. പിന്നെ ഇത് കുറച്ച് അട്രാക്റ്റീവ് കളക്ഷൻ കണ്ടില്ലേ, 2200, 2950 എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര പൈസയുടെ സാധനങ്ങളാണ്. ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കുമോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ആലോചിക്കണേ. പിന്നെ സെഫോറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണ്. സെഫോറയുടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ഇതിൽ ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 13-14 പൗണ്ട് ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു നാട്ടിലൊരു 1600-700 രൂപയുള്ളൂ. പക്ഷെ ആ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഇവിടേക്കൊക്കെ വരണേക്ക് മുന്നേ സെഫോറയുടെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചേട്ടനത് കാണിച്ചു തന്നപ്പോഴേക്കും ആ കട ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടൻ ആ കട കാണിച്ചു തന്നപ്പോഴേക്കും ഓടി കയറി ഞാൻ കുറേയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി. പിന്നെ ഇവിടെ എല്ലാത്തിനും ട്രയലുണ്ട് കേട്ടോ, അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ കേട്ടോ. കാരണം 13-14 പൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു എമൗണ്ട് അല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ പണ്ട് ഇന്ന കാലമല്ല, അന്ധകാലത്ത് ഈ സെഫോറയുടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പ്രാന്തായിരുന്നു. അതൊരെണ്ണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു കോടീശ്വരി ആയ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കൂളിംഗ് ഗ്ലാസ് നോക്കാൻ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വഴിതെറ്റി പോയിട്ടായിരുന്നു. അതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് നോക്കാൻ കയറി, അപ്പോഴേക്കും ഷാനു അടുത്ത സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു ഖാദിയുടെ കട കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇതൊന്നല്ല, ഞാൻ ഈ ടോപ്പ് കണ്ടിട്ടാണ് ഞാൻ കയറി നോക്കിയത്. ആ ടോപ്പ് നോക്കിയപ്പോൾ അതിന് എത്രയാണ് 30 എത്ര കണ്ട് പൗണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല വെർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റഫാണത്.
അതായത് അവിടുത്തെ ബാക്കി സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പ് കണ്ടിട്ട് മാത്രം കയറിയതാണ്. അപ്പോൾ ഷാൻജിക്ക് ഞാനത് കാണിച്ചു കൊടുത്തു, നല്ല രസമില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു ആ നല്ലതാണ്. പക്ഷേ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്, 70 പൗണ്ട് 60 പൗണ്ടൊക്കെയാണ് ഒരു ടോപ്പിന്, ഒരു കോട്ടൺ ടോപ്പിന്. ഷാനിത് അവൻ്റെ സ്ഥിര അലമ്പുകളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനിങ്ങനെ എല്ലാത്തിലും അലമ്പി നടക്കണം. പിന്നെ ഈ വാച്ചിൻ്റെ കൂടെ എയ്റോപ്ലെയിൻ, വാച്ചിൻ്റെ കൂടെ കാറ്. അപ്പോൾ വാച്ചിൻ്റെ കൂടെ എയ്റോപ്ലെയിൻ ഉള്ളതിനേക്കാളും വിലയാണ് വാച്ചിൻ്റെ കൂടെ കാറുള്ളതിന്. അപ്പോൾ ഞാനിങ്ങനെ പറയാം, കാറിനേക്കാളും വില അല്ല, എയ്റോപ്ലെയിനേക്കാളും വിലയാണോ കാറിന് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു വാച്ച് തന്നെയായിരുന്നു അത്. അവൻ്റെ ബർത്ത്ഡേക്ക് ഷഞ്ച കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അതിങ്ങനെയൊക്കെയായിരുന്നു. ഇന്നത്തെ ഒരു വെൽ സ്പെൻഡ് ഡേ തന്നെയായിരുന്നു, നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. കുറേ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ വഴി തെറ്റി. നമ്മൾ കയറി എൻട്രൻസ് ഏതാണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും നമ്മൾ തിരിച്ച് ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ കാർ എവിടെയൊക്കെ എടുക്കണേന്നൊക്കെ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.